ഇന്ധനവില വർധനവിനെതിരെ CPIM സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് CPIM വടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. 5 വിളക്കിന് സമീപത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സുരേഷിയുടെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് വില വർദ്ധിക്കുന്നതിനിടയായിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അത് ആളുകൾക്ക് ബോധ്യപ്പെടാത്ത ഒരു ന്യായവാദം മാത്രമാണ്. എന്നാൽ പശ്ചിമേഷ്യയിലെ യുദ്ധം തുടങ്ങുന്നതിന് ആ യുദ്ധ സാഹചര്യം രൂപപ്പെട്ടു വരുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര ഗവൺമെൻറ് എത്രയോ തവണ ഒരു ന്യായീകരണവുമില്ലാത്ത വിധത്തിൽ പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനുമെല്ലാം വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അവിടെ മാത്രമല്ല, എന്തെങ്കിലും ഇതുപോലെ ഒരു തൊടിന്യായം പലപ്പോഴും ഉന്നയിച്ച് നാടിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് എന്നിട്ട് അതിൻ്റെ മറവിൽ വില വർദ്ധിപ്പിക്കുന്നതിനാണ് കേന്ദ്ര ഗവൺമെൻറ് പലപ്പോഴും തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാം ഓർമ്മിക്കുന്നുണ്ടാകും, 2022 4 വർഷം മുമ്പാണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നത്. അതിൻ്റെ ന്യായം പറഞ്ഞിട്ട് ആ ഘട്ടത്തിൽ വർദ്ധിപ്പിച്ചു. എന്നാൽ പെട്രോളിയം കമ്പനികൾക്ക് ക്രൂഡ് ഓയിൽ സംഭരിക്കുകയും അത് സംസ്കരിച്ച് പെട്രോളും ഡീസലും എല്ലാം ഉൽപ്പാദിപ്പിക്കുകയും പാചകവാതകം ഉൽപ്പാദിപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന പെട്രോളിയം കമ്പനികളുണ്ട്, ബഡാ പെട്രോളിയം കമ്പനികൾ. ആ പെട്രോളിയം കമ്പനികൾക്ക് സമ്പൂർണമായ സ്വാതന്ത്ര്യവും അവകാശവും കേന്ദ്ര ഗവൺമെന്റ് അങ്ങോട്ട് നൽകി. ആ പെട്രോളിയം കമ്പനികളാവട്ടെ അന്താരാഷ്ട്ര ഭീമന്മാരായ കോർപ്പറേറ്റുകളുടെ അധീനതയിലുള്ളതാണ്. കോർപ്പറേറ്റുകൾക്ക് പാവപ്പെട്ട ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് അതുവഴി അവരുടെ സമ്പത്ത് എത്രയോ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നതിന് വഴിയൊരുക്കുകയാണ് കോൺഗ്രസ് അന്ന് ചെയ്തത്. കോൺഗ്രസ് ആ നടപടി സ്വീകരിച്ചു. പ്രതിഷേധമെല്ലാം ഉയർന്നു വന്നിട്ടും കോൺഗ്രസ് കടുകിട മാറ്റം വരുത്താൻ അവർ സന്നദ്ധമായില്ല. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് പിന്നീട് അധികാരത്ത് വന്നിട്ടുള്ള 2014 അധികാരത്ത് വന്നിട്ടുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJPയുടെ സർക്കാർ അടിക്കടി കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള ഏറ്റവും അക്രമാസക്തമായിട്ടുള്ള ജനവിരുദ്ധമായ നിലപാടുമായിട്ട് ഇന്ന് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ ഈ രാജ്യത്തെ കോടിക്കണക്കായ മനുഷ്യർ പേറേണ്ടി വരുന്നത്. അതിനെതിരായിട്ടാണ് CPIM-ഉം അതുപോലെ തന്നെ വിവിധങ്ങളായ വർഗബഹുജന വിഭാഗങ്ങളുമെല്ലാം അണിനിരന്നുകൊണ്ട് ഇപ്പോൾ സമരരംഗത്തേക്ക് വന്നിട്ടുള്ളത്.